ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിട്ട് ഈ ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടത് അതുപോലെ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഇതല്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു പൈനാപ്പിൾ അങ്ങനെ ഉപ്പിലിട്ടിട്ട് എനിക്ക് നോക്കാം നല്ല ടേസ്റ്റോട് സൂപ്പർ ടേസ്റ്റോട് നിങ്ങൾ ഇന്നോർക്ക് നിങ്ങൾ ഉപ്പിലിടുമ്പോൾ ഇതുപോലെ ഇട്ട് നോക്കൂ. എനിക്ക് എല്ലാവർക്കും എല്ലാം ബാക്കിയാവില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ ഉപ്പിലിട്ടത് ഉപ്പ് കറി അങ്ങനത്തെ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിട്ടിരിക്കേ. നിങ്ങൾ ഉപ്പിലിടുമ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കേ. ഞാനിപ്പോൾ ഇതാ ഒരു പൈനാപ്പിൾ എടുത്തേ, അതായത് ഇതുപോലെ നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കിയിട്ട് എടുക്കും. പഴുത്തത് ഇനിയിപ്പോൾ ചെറിയൊരു പൾപ്പുണ്ടെങ്കിൽ വലിയ വിസല്ല, തെല്ല് പഴുത്തതെങ്കിൽ വലിയ വിസല്ല, നല്ല പഴുത്തതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ള ടൈപ്പ് പൈനാപ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ അതേ എടുക്കും, നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഞാനിതാ ഇതുപോലെ ഒന്ന് അതിൻ്റെ സൈഡ് രണ്ട് സൈഡ് കട്ടാക്കി എടുത്തത്. പിന്നെ ഇത് ഞങ്ങൾ ഒന്ന് ചെത്തി എടുക്കണം. ഇത് അപ്പോൾ പൈനാപ്പിൾ ഇങ്ങനെ ഞങ്ങൾ കട്ടാക്കുമ്പോൾ അതിൽ കറുത്തതെല്ലാം ഇക്കറല്ല, അതിൽ മുള്ള് ഇക്കറല്ല, മുള്ള് അതെല്ലാം എടുക്കണം, കറുത്തതെല്ല സമ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിന്നുമ്പോൾ ബായി കടിക്കരുത്. അപ്പോൾ അത് കൊണ്ടിട്ട് ഇതിൽ ചുമക്കില്ല. അപ്പോൾ ഇത് ഇന്ത്യൻ പൈനാപ്പിൾ അല്ല, ഇത് പത്ര ഓർഡറമാണ് ഇത്. അപ്പോൾ ഇത് നല്ല മധുരവും ഉണ്ട്, പിന്നെ നല്ല ടേസ്റ്റുള്ള പൈനാപ്പിൾ. പിന്നെ അതിൽ ഇങ്ങനെ ചെന്നല്ലേ മുള്ള് ഇതിൽ കൊറുടിക്കറ്. ಈಗ മുന്നോട്ട് ഞാൻ എടുത്തപ്പോൾ അത് നോക്കിയിട്ടിരുന്ന അതിൽ ചുമ മുള്ളിക്കില്ല. ഇല്ലെങ്കിൽ സാധാരണ നോർമൽ ഞങ്ങൾ പൈനാപ്പിളെല്ലാം ഇത് മുറിക്ക് കട്ടാക്കുമ്പോൾ ഇത് ചെത്തുമ്പോൾ അതിൽ കുറേ ഇങ്ങനെ ഇതാവിടും, വേസ്റ്റ് ആവിടും. ഞങ്ങൾ ഇത് മുള്ളെല്ലാം എടുക്കുമ്പോൾ കുറേ ഇങ്ങനെ ചെത്തിയിട്ട് എടുക്കുക ആവിടും. അപ്പോൾ ഇതിലങ്ങനെ ഇല്ല, എനിക്ക് കണ്ടല്ലോ ചുമ മുള്ളില്ലാത്ത. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി ആക്കറിയെങ്കിൽ നിങ്ങൾ ചെറുതാക്കി ആക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വലിയ സ്ലൈസ് ആക്കറിയെങ്കിൽ അങ്ങനെ ആക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊന്ന് തണ്ണി പീനിക്ക്. അപ്പോൾ ഞാനിത് മുങ്ങിയിട്ട് നിൽക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇട്ടിടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുപ്പിയുടെ ജാറിലെല്ലാം ഇടുകയാണെങ്കിൽ കുപ്പിയുടെ ജാറിൽ ഇട്ട് വയ്ക്കുക. കുപ്പിയുടെ ജാർ ബേനോട്ടില്ല, ഇത് പൈനാപ്പിൾ ഉപ്പിലിട്ടെങ്കിൽ ഇത് വേഗം കല്യാവിടും, അപ്പമേ കല്യാവിടും. അതുകൊണ്ടിട്ട് ഇതുപോലത്തെ പാത്രത്തിൽ ഇട്ടതേ നല്ലേ. അപ്പോൾ അതിക്ക് ഞാനിവിടെ നോർമൽ തണ്ണി ഭിത്തി കൊടുത്തേ, ഞങ്ങൾ സാധാ തണ്ണി പച്ചപ്പ തന്നെ. അതിൽ പിന്നെ ഉപ്പിട്ട് കൊടുത്തേ, ഉപ്പെല്ലാം കറക്റ്റായിട്ട് ഇടും, ഉപ്പ് പിന്നെ സുർക്ക പിന്നെ പച്ചമുളക്. കാരത്തേക്ക് ഞങ്ങൾ പച്ചമുളക് എത്ര പേര് നോക്കിയിട്ട് അത് പച്ചമുളക് പിന്നെ ഉപ്പ് കാര പിന്നെ അതേപോലെ മധുര പിന്നെ പുളി ഇതെല്ലാം ഒരേപോലെ ആവണം. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ തണ്ണി എത്ര ഉണ്ടോ അതൊക്കെല്ലാം നോക്കിയിട്ട് ഭിത്തി കൊടുക്കണം. ഇപ്പോൾ കറക്റ്റായിട്ടൊരു ഇത് ചൊന്നിട്ടില്ല ഞാനിവിടെ. സുർക്കം സാധാരണ ഭിത്തി കൊടുത്തിട്ടാണ്. അതിൽ പിന്നെ ഷുഗർ ഇതാ വലിയ സ്പൂണിൽ ഫുള്ളായിട്ട് ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കണേ. നോക്കിയിട്ട് ഞങ്ങൾ ഷുഗർ ബീനുണ്ടെങ്കിൽ ഒപ്പസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സ് ആക്കിയിട്ട് ടേസ്റ്റ് ഒരേപോലെ ആവണം. ഉപ്പ് കാര പുളി മധുര ഇതെല്ലാം ഒരേപോലെ ആവണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആവണം. അപ്പോൾ ಇದಕ್ಕೆ ಶುಗರ್ ತೆಲ್ಲಿ ಕೊರಡಿಂಡು ಮದ್ರ ಫಸ್ ನಾನು ഒരു 2 ಸ್ಪೂನ್ ಹತ್ರ ಫಸ್ ಇಟ್ಟು ಕೊಡ್ತಾರೆ. നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ പൈനാപ്പിൾ ഇതിക്ക് ഇട്ടിട്ട് തെല്ല് നേരെ ബേക്കൊണ്ട് ഇതിലിട്ടിട്ട് ഉപ്പ് തെല്ല് കൊരടിണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കറേ. പിന്നെ ഞങ്ങൾ പുറത്തെല്ലാം ഇപ്പോൾ ബീച്ചിൽ അവിടെ പോയെങ്കിലെല്ലാം ഞങ്ങൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതെല്ലാം കിട്ടില്ല, അതിൽ മധുര ഇക്കില്ല. അത് ഉപ്പ് സുർക്ക പിന്നെ പച്ചമുളക് ഇത്ര ഇത് മാത്രം ഇക്കറേ, മധുര ഇക്കില്ല. അപ്പോൾ ഈ ഒരു മധുര ഇട്ടിട്ട് നിങ്ങൾ ഉപ്പിലിട്ട് നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ മാങ്ങ നിങ്ങൾക്ക് ഇതേപോലെ ഇടാം. മാങ്ങ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് ചുമ പൽക്കാത്തത് ഇങ്ങനെ ചുമ പൽക്കാത്തതും പിന്നെ ചുമ പച്ച അല്ലാത്ത മാങ്ങ ഇക്കറല്ലേ, തെല്ല് പലത്തെ മാങ്ങ അങ്ങനത്തെ മാങ്ങ നോക്കിയിട്ട് ഇടണം. അത് നല്ല ടേസ്റ്റോട് സൂപ്പർ ടേസ്റ്റോട് അതും നിങ്ങൾക്ക് ഇതേപോലെ ഇടാം. അപ്പോൾ പൈനാപ്പിളെല്ലാം ഇട്ട് കൊടുത്തേ. ഇതിങ്ങനെ മുങ്ങിയിട്ട് നിൽക്കണോ. ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇതിൽ ബേക്കറിങ് നല്ല ഒരു അതിനെക്കാട്ടി ഒരു അര ഗಂಟೆല്ലാം ബേക്കറിങ്ങും നല്ലമേ. ഇത് 5 മിനിറ്റ് പോലും ബേക്കുക കിട്ടും. മക്കളെല്ലാം ഇന്നെങ്കിൽ വേഗമേ കല്യാവിടെ. ഇത് അത്ര ടേസ്റ്റ് ഓടുന്ന ചെന്ന പോലെ നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കി എടുക്കും, നല്ല മധുരമുള്ള ടൈപ്പ് പൈനാപ്പിൾ നോക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതൊരു 5 മിനിറ്റ് ബേക്കറേ, ചുമ നേരം ബേക്കില്ല, ഒരു 5 മിനിറ്റ് കൂടെ ഇക്കട്ട്. പിന്നെ ഈ പൈനാപ്പിളെല്ലാം കാലിയായി പിന്നെ ഇതേ തണ്ണിങ്ങി ഞങ്ങൾ മാങ്ങ ഉണ്ടുണ്ടെങ്കിൽ മാങ്ങ ഇടുക, അതേപോലെ ക്യാരറ്റ് അങ്ങനത്തെതെല്ലാം ഉണ്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ടെങ്കിൽ ഇത് കേട്ട് വെച്ചെങ്കിൽ എത്ത് ഇത് കാലിയായി പിന്നെ ഇത് പൈനാപ്പിളിൻ്റെ കാട്ടി ടേസ്റ്റ് ഈ ഒരു തണ്ണി കുടിക്കുക. ഇതിൻ്റെ തണ്ണിൻ്റെ ടേസ്റ്റ് മക്ക നോക്കിയെങ്കിൽ ബുഡില്ല, അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക മനസ്സോട്, അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് തണ്ണി. ചെറിയ മക്കൾക്കെല്ലാം ചുമ കൊടുക്കണം ചെന്നെങ്കിൽ ഞങ്ങൾ സുറുക്കിയിട്ട് ആക്കറ്. അപ്പോൾ അത് കൊണ്ടിട്ട് നിങ്ങൾക്ക് പൈനാപ്പിളെല്ലാം കാലിയായി പിന്നെ ഈ തണ്ണി ഞങ്ങൾക്ക് ಇದಕ್ಕೆ ഞങ്ങൾ മാങ്ങ ഉണ്ടുണ്ടെങ്കിൽ മാങ്ങ കട്ടാക്കിയിട്ട് അതേപോലെ ക്യാരറ്റ് അങ്ങനത്തെതെല്ലാം ഉണ്ടുണ്ടെങ്കിൽ സ്ലൈസ് ആക്കിയിട്ട് ഇട്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ നോക്കിയാറല്ലേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. കാണുമ്പോൾ ഞങ്ങൾ ബായിൽ തണ്ണി വരും, അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. വേണം ടൈം ഇങ്ങനെ ചില്ലി പൗഡർ അതിൽ മേൽകിട്ട് ഇട്ടെങ്കിൽ ഇടാം. ഇപ്പോൾ ജസ്റ്റ് ഒന്നും മാത്രം ഇട്ടേ, ഇതിൽ കാര ഇക്കറ് ഓൾറെഡി വേണമെങ്കിൽ ഇടാം. അപ്പോൾ നല്ല ടേസ്റ്റോട് നിങ്ങൾ ഉപ്പിലിടുമ്പോൾ എല്ലാം ഇതുപോലെ മാങ്ങയെങ്കും ഇത് പൈനാപ്പിൾ ആയെങ്കിൽ ഇതുപോലെ ഇട്ട് നോക്കൂ, സൂപ്പർ ടേസ്റ്റോട്. അപ്പോൾ പൈനാപ്പിളെല്ലാം കാലിയാൽ പിന്നെ ഞാൻ എന്താ ഒരു 2 വലിയ ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് വെച്ചിട്ട് ഇത് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു നാൾ ബേക്കണം. ഇപ്പോൾ ഉണ്ട് ഇട്ടെങ്കിൽ ഒരു നാൾ ബേക്കറിങ് നല്ലേ, അത് ഫ്രിഡ്ജിൽ ബേക്കറിങ് നല്ല അവിടെ ഫ്രിഡ്ജിൽ ബേക്കറിങ് അങ്ങനെ ബേക്കുക, അല്ലെങ്കിൽ പുറത്തെ ബേക്കത് എന്താവില്ല സുർക്ക ഇട്ടതല്ലേ
അപ്പോൾ അത് കൊണ്ടിട്ട് ഞങ്ങൾ അപ്പമേ ಇದಕ್ಕೆ ಉಪ್ಪು പുളിയെല്ലാം ബലിക്കില്ല ഒരു നാൾ ಬೇಯ್ക്കണം അപ്പം നല്ല ഉപ്പ് മദ്ര അതെല്ലാം ബലിക്കരുത് ಇದಕ್ಕೆ പൈനാപ്പിൾ ടൈം ಬೇಗ പിടിക്കരുത് ಇದಕ್ಕೆ ക്യാരറ്റുക്ക് ഒരു നാൾ ಬೇಯ್க்கிறது നല്ലേ നിങ്ങൾ മാങ്ങ ಹೆಂಗೋ അതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് കുപ്പിലേക്ക് ബീറ്റ് ಬೇಯ್க்கிறെങ്കിൽ അങ്ങനെ ಬೇಯ್ക്കുക അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ഇതേ പാത്രത്തിൽ ಬೇಯ್க்கிறேன் ഇത് കൂടെ ಬೇಗ കല്യാടും ഉപ്പിലിട്ട് ഇങ്ങനത്തതെല്ലാം ಬೇಗ കല്യാടൂടെ അപ്പോൾ നിങ്ങൾ നോക്കിയാറല്ലേ ഉപ്പിലിടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഇട്ട് നോക്കൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും നല്ല ടേസ്റ്റോടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരും ಬೇರಿಕಿರೆ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ಹಾಕೋರು കമൻറ്റ് ಹಾಕೋರು അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും